ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ നിലയിൽ കണ്ടിരുന്ന ഒരാൾ കൂടിയാണ് കെ ശൈലജ. അപ്പോൾ ഇങ്ങനെയെല്ലാം മാറ്റുന്ന സമയത്ത് അത് ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് CM-ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ധാരണയില്ല. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ മുഖ്യമന്ത്രി ഇന്നയാള്, അടുത്ത മുഖ്യമന്ത്രി ഇന്നയാള് എന്ന് വെച്ച് ഞങ്ങൾ ആലോചിക്കാറേ ഇല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ഭരണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ ഊഴത്തിലും മുഖ്യമന്ത്രിയായി തുടരാൻ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു സക്സസർ വരും, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെയുള്ള ഊഹങ്ങളിലേക്കൊക്കെ പോകുന്നത്? ആരാണ് മുഖ്യമന്ത്രി എന്ന് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതൊക്കെ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാര്യവും അതത് ഘട്ടത്തിൽ തീരുമാനിക്കുക. ഒരു തെരഞ്ഞെടുപ്പാണ്. ജയവും പരാജയവും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും രണ്ടും നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അഥവാ ഭരണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാവുമോ? ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകുമോ? ഇതൊക്കെ ആര് എന്നത് അതത് ഘട്ടത്തിൽ പാർട്ടി തീരുമാനിക്കുകയാണ് ചെയ്യുക. ശരി, ഒരു പ്രയാസവും ഞങ്ങൾക്ക് അതിനുണ്ടാവില്ല. വേഗം തന്നെ ഞങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. റിയാസിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും അത് മരുമകനായി കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ വകുപ്പുകളൊക്കെ കൊടുത്തപ്പം മറ്റു പല ആളുകളെക്കാളും പ്രാമുഖ്യം ഉണ്ടായിട്ടുണ്ടോ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നത്. ഈ എൻ്റെ മകളുടെ ഭർത്താവ് എന്ന നിലക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല.